സർക്കാർ കൈവിട്ടതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവുമായി LP-ST റാങ്ക് ഹോൾഡേഴ്സ്. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഫലം കാണാതായതോടെ സമരരീതി മാറ്റുകയാണിവർ. നിലപാട് മാറ്റിയ UDF സർക്കാരിനെതിരെ മരണം വരെയും സമരം ചെയ്യുമെന്നാണ് LP-ST റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. സർക്കാർ അവഗണന തുടരുന്നതിനിടെയാണ് LP-ST റാങ്ക് ഹോൾഡേഴ്സ് സമരരീതി മാറ്റിയത്. ഇന്നലെ ആരംഭിച്ച നിരാഹാര സമരം 2ാം ദിവസത്തിലേക്കും അനിശ്ചിതകാല സമരം 26ാം ദിവസത്തിലേക്കും കടന്നു. നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് LP-ST റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. സതീശൻ സർക്കാർ പഠിച്ച് പരീക്ഷ എഴുതിയവരെ വഞ്ചിച്ചെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഉറക്കമഴിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മുടെ ഇതിലുള്ള ഈ റാങ്ക് ലിസ്റ്റിലുള്ള 98% സ്ത്രീകളാണ്. അവർ വീട്ടു ജോലിയും ചെയ്ത് ബാക്കി എല്ലാ ജോലികളും ചെയ്തതിന് ശേഷം രാത്രി മക്കളെയും ഉറക്കിയിട്ടാണ് ഇരുന്ന് പഠിച്ച് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അവർക്ക് നീതി കൊടുത്തില്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആർക്കാണ് നീതി കൊടുക്കാൻ നിൽക്കുന്നത്? ഇത് ഈ കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും സ്ത്രീകൾ ഈ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഇവിടെ നിന്നിട്ടും അവരെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഇനിയും വിഷയം പഠിക്കണമെന്ന സർക്കാർ വാദത്തെയും ഇവർ തള്ളുന്നു. സമാധാനപരമായ സമരം തുടരുന്നതോടൊപ്പം ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരോരോരുത്തരും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം ആദ്യം തന്നെ ഞങ്ങൾ പരിഹരിക്കും. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പോയി കണ്ടപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് പഠിക്കണം, ഇനിയും 2 മാസം സമയം വേണം. ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അധികാരത്തിൽ വന്നാൽ ആദ്യം ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് ഇനിയും പഠിക്കണം, 2 മാസം സമയം വേണം. അതുകൊണ്ടൊന്നും ഈ സമരം ഞങ്ങളിവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. VD സതീശൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണോ എന്ന് വരെ ഞങ്ങളിപ്പോൾ സംശയിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിനെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. മരണം വരെയും സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. നീതി ഇതിനും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന പൈതൃകങ്ങളെ ഈ സർക്കാർ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സത്യാഗ്രഹത്തിലൂടെ ഞങ്ങൾക്കുള്ള അനീതിയെ തുരത്തി നീതിയുടെ പൊൻകിരണങ്ങളെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം 1 മാസത്തോളമാകുന്ന PSCയുടെ LP-ST റാങ്ക് ഹോൾഡർ സമരത്തിന് പിന്തുണയും ഏറുകയാണ്. പുതുതലമുറയെ വാർത്തെടുക്കേണ്ട ഒരു കൂട്ടം അധ്യാപകരാണ് പുതുയുഗ സർക്കാരിനെ വിശ്വസിച്ച് ഈ തെരുവിലിരിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് വണ്ടി കയറിയ ഒരാളെങ്കിലും ഈ സമരപ്പന്തലിലേക്ക് നടന്നു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.